ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ജേർണലിംഗ് സെറ്റിലെ രണ്ടാമത്തെ ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ രണ്ടാമത്തെ ഐറ്റമാണ് വിൻറ്റേജ് പ്ലാന്റ്സ് സ്റ്റിക്കേഴ്സ്. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സാധനം തന്നെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. സ്റ്റിക്കേഴ്സ് എല്ലാവർക്കും അറിയുന്ന തന്നെ ഒരു സാധനമായിരിക്കും. അപ്പോൾ വിൻറ്റേജ് പ്ലാന്റ്സിൻ്റെ സ്റ്റിക്കേഴ്സാണ് വിൻറ്റേജ് പ്ലാന്റ് സ്റ്റിക്കേഴ്സ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ജേർണലിങ്ങിൻ്റെ ആദ്യത്തെ ഐറ്റമിൻ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ഐറ്റം എന്ന് വെച്ചാൽ ആദ്യത്തെ ഐറ്റം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വാഷി ടേപ്പാണ്. വാഷി ടേപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് ഓപ്പൺ ചെയ്ത് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞെക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അധികം വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പേപ്പർ വേണം. അതിനകത്ത് ലൈനോ അല്ലെങ്കിൽ ഗ്രിഡോ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പ്ലെയിൻ ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അതിനകത്ത് കുറച്ച് റൗണ്ടായിട്ട് എടുക്കണം. അപ്പോൾ ഞാനത് റൗണ്ട് എടുക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ടൈഗർ ബാമിൻ്റെ ലിഡാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കളറിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത് ഡോംസിൻ്റെ ബ്രഷ് പെന്നാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ കളറും എടുക്കാം. ബ്രഷ് പെൻ ഇല്ലാത്തവർക്ക് വാട്ടർ കളർ ഇല്ലാത്തവർക്ക് ബ്രഷ് പെൻ എടുക്കാം. ഏറ്റവും നല്ലത് ബ്രഷ് പെന്നാണ് കേട്ടോ യൂസ് ചെയ്യുന്നതിൽ. അപ്പോൾ ഞാൻ ബ്രഷ് പെൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ ബ്ലെൻഡർ ബ്രഷ് പെൻ ആവശ്യമുണ്ട്. അത് ഇതിനകത്ത് ആക്സസറി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഇവിടെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഡോംസിൻ്റെ കവറിലുള്ള ആ സൈഡ് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഞാൻ കളർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു സ്റ്റിക്കർ കളർ ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് 2 കളേഴ്സ് ആവശ്യമുണ്ട്, മേൽഭാഗവും താഴ്ഭാഗവും. അപ്പോൾ ഞാൻ മേൽഭാഗത്തിനായിട്ട് ബ്രൗൺ കളറും പിന്നെ താഴ്ഭാഗത്തിനായിട്ട് റെഡ് കളറുമാണ് കേട്ടോ കൊടുക്കുന്നത്. ആദ്യത്തേന്, രണ്ടാമത്തേന് വേറെ കളറ്, മൂന്നാമത്തേന് വേറെ കളറ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊടുക്കേണ്ടത്. ഈ ബ്ലെൻഡിങ് ബ്രഷ് പെൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ടോണൽ ട്രാൻസിഷനാണ് ഇവിടെ കിട്ടുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം ഡാർക്കായിട്ടും പിന്നെ അത് ലൈറ്റായിട്ട് വരുന്ന ഒരു രീതിയാണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ഈ ബ്ലെൻഡിങ് ബ്രഷ് പെൻ യൂസ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റിക്കറിൻ്റെ പെയിൻറ്റിങ് നമ്മുടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ അവിടെ നമ്മൾ പെയിൻറ്റ് കൊടുത്തില്ലേ, നമ്മൾ ബ്രഷ് പെൻ വെച്ച് ഷെയ്ഡ് ചെയ്ത് ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. എന്നാലും നമുക്ക് അടുത്ത കളർ നമുക്ക് ആ സൈഡിലേക്ക് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള സ്റ്റിക്കേഴ്സിന് നമുക്ക് അതേപോലെ തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അടുത്ത കളേഴ്സ് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രീനും പിന്നെ ഓറഞ്ചുമാണ്. അപ്പോൾ ഞാനിവിടെ മുഴുവനും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് പ്ലാന്റ്സിനെ വരച്ചു കൊടുക്കണം. ആദ്യം തന്നെ ഞാൻ വരച്ചു കൊടുക്കുന്നത് ഒരു ടൂലിപ്പാണ്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും വരച്ചു കൊടുക്കണം.
അപ്പം ഞാനിവിടെ മുഴുവൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സിൻ്റെ ഞാനിപ്പോൾ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ ആവശ്യം എന്ന് വെച്ചാൽ നമുക്കിനി ഇവിടെ ആവശ്യം സ്കോച്ച് ടേപ്പാണ്. അതിന് മുന്നേറ്റ് നമ്മൾ ഇത് നിരത്തിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സ്കോച്ച് ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ഇച്ചിരി ഒരു 1/2 സെൻറ്റിമീറ്ററോളം വിട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഏറ്റവും ആദ്യം അത് ടേപ്പിന്ന് ആ സ്കോച്ച് ടേപ്പിൻ്റെ ആ പീസ് ഏറ്റവും ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് അതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ അത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കിത് ഒട്ടിച്ച് കൊടുക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് തന്നെ വേണമെന്നില്ല. നമുക്കൊരു A4 പേപ്പറിലേക്ക് നമ്മൾ ഈ സ്കോച്ച് ടേപ്പ് വെച്ച് മുഴുവനൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഒട്ടിച്ച് വയ്ക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കവറിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 4 സ്റ്റിക്കേഴ്സ് ഇതിനകത്ത് ഒട്ടിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വലിയ ഷീറ്റിലേക്ക് ഒട്ടിച്ചോളും. അപ്പോൾ ചിലപ്പോൾ ഞാൻ മെയ് മുതൽ ചിലപ്പോൾ ഞാൻ ജേർണലിങ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.